ഇന്നലെയും ഇന്നുമായി നിരവധി യുവ നേതാക്കന്മാരാണ് മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം BJP-യിലേക്ക് പോകുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹിയും ഇന്ന് SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥുമൊക്കെ BJP-യിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നിരവധി പേർ BJP-യിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ യുവ നേതാക്കന്മാരെയും അല്ലാത്തവരെയും BJP-യിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ചുവടുവെപ്പാണ് BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറുതെന്ന് കരുതുന്നവർക്ക് തെറ്റി. സ്വാഭാവികമായും ഈ യുവ നേതാക്കന്മാർക്ക് യുവാക്കൾക്കിടയിലോ അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള പ്രാദേശിക ഇടങ്ങളിലോ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എന്തുകൊണ്ട് BJP-യിൽ നിന്ന് യുവ നേതാക്കന്മാരെയെങ്കിലും പ്രാദേശിക നേതാക്കന്മാരെയെങ്കിലും കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തേക്കും ആകർഷിക്കുവാനോ അല്ലെങ്കിൽ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ തന്നെ അത് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് ആളുകളിലേക്ക് ഇറക്കി വിടുവാനോ കഴിയാതെ പോകുന്നു എന്നുള്ളത് ശക്തമായൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ 17 വർഷം ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ഗോകുൽ ഗോപിനാഥ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ്, ഇന്ന് രാവിലെ കൂടി ഞാൻ ഇടതുപക്ഷമായിരുന്നു, പക്ഷേ ഇനി മരിക്കുവോളം ഞാൻ BJP ആണെന്ന്. അത്രമേൽ എന്താണ് അവരെ അങ്ങനെ പിടിച്ചു വലിച്ചു നിർത്തുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ BJP-യിലേക്ക് ഇടതുപക്ഷത്തു നിന്ന് ചേർന്ന ഗോകുൽ ഗോപിനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ച് ഞാൻ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നേരത്തെ മുരളിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ SFIയെ സെക്രട്ടറി എന്ന രീതിയിൽ നയിച്ച്, സംസ്ഥാനത്തെ SFIയെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ നയിച്ച്, സർവകലാശാലയിലെ ചുമതലകൾ വഹിച്ച്, ഈ ചുമതലകളെല്ലാം എന്നിലെത്തുന്നത് ഏതെങ്കിലും ഒരു ആളിൻ്റെ സാധാരണയായി CPM-ൽ നിന്ന് കാണുന്നത് പോലെ പെട്ടിതൂക്കുകാരുടെ ഒരു ശിങ്കിടിയായിട്ടല്ല, ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന എൻ്റെ അച്ഛൻ്റെ മകനായി ഞാൻ ജനിച്ച് ഒരു വ്യക്തിയുടെയും താല്പര്യത്തിൻ്റെ പേരിലല്ല, എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മെറിട്ടാണ് ചുമതലകളിലേക്ക് ഞാൻ എത്തിയത്. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ സത്യസന്ധമായി നിർവഹിക്കാൻ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഇരിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത ഒരിടമായി CPM-ഉം SFIയും DYFI എല്ലാം മാറി. കേരളത്തിൽ CPM-നെയും വിദ്യാർത്ഥി സംഘടനയെയും യുവജന സംഘടനയെയും എങ്ങനെയാണ് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അതിനെയെല്ലാം നിരീക്ഷിക്കുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം, പൊതുസമൂഹത്തിനറിയാം. കേരളത്തിൽ കഴിഞ്ഞ 2016 ശേഷം 9 കൊല്ലമായി രൂപീകരിക്കപ്പെട്ട ഒരു പവർ സിൻഡിക്കേറ്റ്, ഒരു പവർ ക്ലസ്റ്റർ CPM-നെ, SFIയെ, DYFIയെ, ഭരണത്തെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഈ പവർ ക്ലസ്റ്ററിനെതിരായി വിവിധ ഘട്ടങ്ങളിൽ സംഘടനയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു, യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് ഞാൻ ചെയ്ത അപരാധം. ആ അപരാധത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള സാമൂഹികമായും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ BJP-യിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതല്ല. BJP എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല, മറിച്ച് ഇതെൻ്റെ ഇഷ്ടമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണോ കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്, അതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ കരുത്തോടെ, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെയോ നീതിശാസ്ത്രത്തിൻ്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയ ബോധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ നമ്മുടെ നാട്ടിൽ CPM എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി സൂചിപ്പിച്ചതുപോലെ ഒരു രാജഭരണമായി, രജപുത്രരെ പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ മക്കത്തായവും മരുമക്കത്തായവും വെച്ച് പുലർത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ CPM മാറിയിട്ടുണ്ട്. അവർ നിയന്ത്രിക്കുന്ന പവർ ക്ലസ്റ്ററുകളുടെ ഭാഗമായി മാറിയില്ലെങ്കിൽ അവരെല്ലാം തെരുവുകളിൽ ആക്രമിക്കപ്പെടുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരം അനീതികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യലുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ CPM വിട്ടിട്ടില്ല. അതാണ് നിലവിൽ CPM-ന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയാണ്. ഈ നിമിഷം മുതൽ എൻ്റെ ഇഷ്ടവും എൻ്റെ കഴിവും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ എല്ലാം
എൻ്റെ ജീവിതവും ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന നാളെയുടെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ ഇന്ന് നെഞ്ചിലേറ്റുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതെൻ്റെ പ്രതിജ്ഞയാണ്. മരണം വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അത് CPM-ൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ CPM-ൽ അവസരങ്ങൾ നിന്നുപോയത് കൊണ്ടോ അല്ല. ഇന്നും CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇന്ന് രാവിലെ വരെ. പക്ഷേ ഈ രാജ്യത്തിൻ്റെ വികസനം, നരേന്ദ്രമോദിജിയിലൂടെ നടക്കുന്ന വികസനം കേരളത്തിലെത്തണമെങ്കിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുറ്റത്ത് നിന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരു ദിനം, ആ ദിനത്തിലേക്ക് അടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തുള്ള വികസനം, ഈ രാജ്യത്തുള്ള മുന്നേറ്റം, ഈ രാജ്യത്തുള്ള മാനവികതയുടെയും സ്വാഭിമാനത്തിൻ്റെയും രാഷ്ട്രീയം, എല്ലാത്തിനുമുപരി ദേശീയത നമ്മുടെ രാജ്യത്തെ ഈ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. സങ്കുചിതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ പൊളിച്ചെഴുതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് പുതിയ ദിശാബോധം പകരുക എന്നുള്ളതാണ് എന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. അത് എൻ്റെ കഴിവും പ്രാപ്തിയോടും എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗം. അത് ഞാൻ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത്.